ഇതെന്ത് പറ്റി? എടീ പാതിരാക്കും അലനെ വിളിക്കുന്ന പോലൊരു ശബ്ദം. അതിന് നിങ്ങൾ എന്തിനാ മനുഷ്യ ആളെ പഠിപ്പിക്കാൻ വിളിച്ചു കൂടെ? എടീ നിനക്ക് അറിയാമല്ല, പാതിരാക്കുമ്പം വിളിച്ച വടക്കേപ്പനം കാട്ടിന്ന് ആളെ കൊല്ലി മറുതിറങ്ങും. എന്നിട്ട് മനുഷ്യന്മാരുടെ ചങ്ക് പൊളിച്ച് പച്ച ചങ്ക് കടിച്ച് കീറി തിന്നും. അയ്യോ, നിങ്ങൾക്ക് എപ്പോഴും പേടിയാ. ശബ്ദം കേട്ടത് കാമനും പൂവനും ഒന്നും അല്ല, മനുവിന്റെ മുറിയുന്ന. ആണോ? എടി കാർത്തു, എനിക്കൊരു സംശയം. എന്താ? ശബ്ദം കേട്ടത് അവന്റെ മുറിയിലാണെങ്കിൽ മറുത് അവന്റെ മുറി തന്നെ കാണും. അതാ വേണ്ട, നീ കൂടെ വാ. വാ മനു, മോനെ മനു, നീ വാതിൽ തുറക്കടാ മോനെ. എന്താ മോനെ, എന്ത് പറ്റി? സ്വപ്നം കണ്ടു. സ്വപ്നം കുന്തം. നിനക്ക് ഈ പ്രായത്തിൽ നല്ലത് വല്ലതും കണ്ട് ചിരിക്കാൻ മേലേടാ. മോനെ നീ എന്ത് സ്വപ്ന കണ്ടേ? ദുസ്വപ്നം. അത് കേട്ടിട്ട് നിനക്കെന്തിനാടി ഒറ്റയ്ക്കിരിക്കും പേടിച്ച് വിളിച്ച് കൂവാനോ? നീ പോയി കാപ്പിട്. ഓ എടാ മോനെ, നീ എന്ത് സ്വപ്ന കണ്ടേ? അയ്യോ, ആരാ ആരാ ആരാ? നീ ഒന്ന് പോയി നോക്കിയടാ. ഓ, ഇങ്ങനെ ഒരു പേടിത്തൊണ്ട് അച്ഛൻ തന്നെ പോയി നോക്കിയാൽ മതി. എനിക്ക് പേടിയൊന്നുമില്ല. അയ്യോ, ആരാ? ഞാനാണ്. ഞാനെന്ന് പറഞ്ഞ ഓ, ഞാനാ പപ്പൻ. തുറക്കുക. ആരായിരുന്നോ? ഞാൻ വിചാരിച്ചേതോ മറുതയാണ്. എന്നും കാലത്ത് കോലോത്തോന്ന് ഞാൻ ഉണ്ടാക്കി ഇഡ്ഡലിയും ദോശയും വെട്ടി വിഴുങ്ങുമ്പോ തനിക്ക് മറുതാ ചോദ്യമൊന്നും ഇല്ലല്ലോടോ. പല്ലെത്താൻ കുളത്തി മുങ്ങി കുളിച്ചു കയറിയെന്ന്. പൂജയ്ക്ക് തന്ത്രിയെ വിളിച്ചോണ്ടിരാൻ വൈകിയതിന് ചുണ്ടി കയറി ഇരിക്കുക. താൻ വാ. ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോയാ പോരെ? തന്റെ കാപ്പിയും കുടിച്ചോണ്ട് ഇവിടെ നിന്നാലേ ഞാൻ ആപ്പിലാവും. വാ. ഓ, നാരായണൻകുട്ടി, ആരോ പല്ലി ഞറുമുന്ന പോലൊരു ശബ്ദം താൻ കേട്ടോ? ഞാൻ ഒന്നും കേട്ടില്ല. എന്നാ ഞാൻ കേട്ടു. ഈ സമയം ഏതാണെന്നറിയാമോ? ആ സമയം? ഈ സമയത്താണ് പ്രേതാത്മാക്കൾ തൊണ്ട വരണ്ട് ദാഹശമനി തേടി ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നത്. എടോ, താലി ദാഹശമനി എന്നൊക്കെ പറഞ്ഞ പ്രേതങ്ങളെ ഇങ്ങോട്ട് പിടിച്ചു വരുത്താതെ അവറ്റകൾ നമ്മുടെ കൊരവള്ളി കടിച്ചു കീറി ചോര വലിച്ചു കുടിക്കും. ആരോ ഇരിക്കുന്നത് പോലെ. ഒരനക്കവുമില്ല. അരകിൽ നിന്ന് കാറ്റ് പിടിച്ച പോലെയാ. എടോ നാരായണൻകുട്ടി, അത് അരകല്ലല്ല, പൂജയ്ക്ക് തേവരശ്ശേരി എന്ന് വന്ന തന്ത്രിപ്പാടാ. എടോ തന്ത്രി, അവിടെ പോയി വിളിക്കണം. നമസ്കാരം തന്ത്രികളെ. നമസ്കാരം. ആലത്തൂർ തെക്കേമടത്തിന്നാ. എത്ര നേരാന്ന് വെച്ചാ ഈ കാത്തിരിപ്പ്? ഉറക്കടച്ചാ പനി വരുന്ന പ്രകൃത എന്റത്. പനിന്നല്ല, മൊത്തം ഉറഞ്ഞു തുള്ളു. ഇനി അതെന്താ അങ്ങനെ? തന്ത്രിക്ക് അറിയില്ലേ വല്യത്താനെ? ആലത്തൂർ തെക്കേമഠത്തിലെ ഒറ്റക്കാരനോട് വല്യത്താൻ കൂടിയ കയ്യല്ലേ? കൂടിയ കയ്യാണെന്നോ? കോവിലകം നിറയെ ആത്മാക്കളാ, പ്രേതാത്മാക്കളെ. രാത്രിയും പകലും ഒന്നൊന്നുമില്ല, ആത്മാക്കളെ വശീകരിച്ചുള്ള സമ്പർക്കാ വല്യത്താന്റെ പ്രധാന കർമ്മം. ഇപ്പൊ തന്നെ പ്രേതപൂജ കഴിച്ച് തന്ത്രി അദ്ദേഹത്തെ കാത്തിരിക്കുക വല്യത്താൻ. വരൂ വരൂ. തേവലശ്ശേരി തന്ത്രിപ്പാട് കോലോത്തേക്ക് അത്യാ അല്ലേ? 180 കൊല്ലത്തെ പഴക്ക ഈ കോലോത്തിനെ. ഇത് പൊളിച്ചാലേ താപനിലയം കെട്ടാൻ പറ്റൂന്ന് വെച്ചാ അങ്ങനെ തീരുമാനിച്ചവർക്ക് ഭ്രാന്തെന്നല്ലാതെ എന്താ പറയാ. ആയുസ് മുഴുവൻ നോക്കി നടത്തിയ ഈ കാര്യങ്ങള് ഇനിയിപ്പോ കോടതി വിധിയല്ലേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ തന്ത്രിപ്പാട്? കുറച്ചൊക്കെ അറിയാം. അങ്ങനെ കുറച്ചറിഞ്ഞാ മതിയാവില്ല. കൈകാര്യം ചെയ്യാൻ പോണത് സഹസ്ര വിരാജിത പൂജ. അതും 60 വർഷം മുമ്പ് ദുർമരണം കൊണ്ട് അന്യം നിന്ന പൂജ. സഹസ്ര വിരാജിതം പുനർജനിപ്പിക്കാൻ ഒരു കൂട്ടുകൾ എന്താണെന്നറിയുവോ? അറിയാം. തെക്കേ മഠത്തില് എല്ലാ വർഷവും നടന്നിരുന്നതാ വിരാജിതം. 114-ാം ആണ്ടില് കുട്ടിമാണി എന്ന ഇല്ലത്തെ കുട്ടിയാ പൂജയുടെ 10ാം പക്കം വിളക്കെടുത്ത്. കുട്ടി ഭഗവതി കോവിലേക്ക് കയറി. എല്ലാരും കാത്തുനിന്നു. തിരിച്ചു വരവുണ്ടായില്ല. ഒരു മൃഗക്കാരൻ പയ്യൻ കഥ കഴിച്ചു. അന്ന് പൂട്ടിയതാ കോവിലിലെ പൂജപ്പടി. പിന്നെ തുറന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ എല്ലാം പുനർജനിപ്പിച്ച് ദേവിയെ വടക്കേ മനപ്പുരയിൽ കൊണ്ടിരുത്തണം. വിരാജിതത്തിന് കുടുംബക്കാരെല്ലാം ഒന്നൊഴിയാതെ. അറിയാം. തെക്കേ മഠത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും എത്തുന്നുണ്ട്. 3ാം തലമുറക്കാരാ.
ഇതുവരെ ആരും ഒന്നും വന്ന് നോക്കാൻ പോലും മെനക്കെടാറില്ലായിരുന്നു. ഇപ്പൊ എന്തോ എല്ലാവർക്കും ഒരു ഉഷാർ കാണുന്നുണ്ട്. തിടുക്കവും. പൂജ കഴിഞ്ഞാൽ മഠം വീതം വെക്കൂലോ, പണം കിട്ടും. അപ്പൊ വരാണ്ടിരിക്കില്ല. എന്തേ പന്തം കണ്ട പോലെ മിഴിച്ചു നിക്കണേ? ദേവിയെ കുളിപ്പിക്കാൻ ഒരു കൂട്ടെടുക്ക. എടുക്ക. തന്ത്രിപ്പാടിന് എങ്ങനെയാ ഈ ആത്മാതീന്ദ്രിയങ്ങളെ ഭയണ്ടാ? ഏയ് ഭയപ്പാടൊന്നുമില്ല. അപ്പോ സങ്കല്പ ദൈവങ്ങളെ മനസ്സിൽ അങ്ങോട്ട് ധ്യാനിച്ച് ആത്മശക്തിയെ തരണം ചെയ്യാനുള്ള കേൾപ്പുറ ഒരുക്കി 60 വർഷമായി അടഞ്ഞു കിടക്കുന്ന ഭഗവതി കോവിൽ ആദ്യം തുറക്ക. ഇവിടെ അത്ര പന്തയല്ല. വല്യത്താന്റെ മുഖത്തൊരു പ്രത്യേക ഭാവം ശ്രദ്ധിച്ചോ നാരായണൻകുട്ടി? കണ്ടു, ഞാൻ കണ്ടു. എന്താ അത്? അതെ, കുട്ടിമാണി ഇറങ്ങിയിട്ടുണ്ട്. വിമാനി നമ്മളെ വല്ലതും ചെയ്യുമോ പപ്പാ? ഒന്നും ചെയ്യും, അടിച്ച് നിലത്തിടും. അയ്യോ, അത്രയല്ല. അതിനു മുമ്പ് പച്ചമാവിന്റെ കൊമ്പ് തിരികിരാന്നൊടിയുന്ന ശബ്ദം കേൾക്കും. അതിനു മുമ്പ് കാവിന്ന് കടവാവലിന്റെ ചിറകടി ശബ്ദം. അതിനും വിളക്കെല്ലാം അണഞ്ഞ് ഇരുട്ടാവും. അതിനു മുമ്പോ ഞാൻ പറഞ്ഞില്ലേ കുട്ടിമാണി. അയ്യോ, മുഴുവനും പോയി. ആ ഒച്ചയുണ്ടാക്കുന്ന ഭീരുവിനെ തട്ടിക്കോ കുട്ടിമാണി, എന്നെ തട്ടരുത്. ഞാൻ ചെറുപ്പമാണ്. പറങ്ങോട്ടില്ലത്തെ നമ്പൂതിരിമാരല്ലേ 60 വർഷം മുമ്പ് ശ്രേഷ്ഠവിധികൾ നടത്തിയിരുന്നത്? അതേ ഇല്ലത്തുനിന്ന് തന്നെ ആരാഴ്ച വരണ നന്നാ കാണിക്കണേ. പറങ്ങോട്ടില്ലത്തുനിന്ന് മന്ത്രം പഠിച്ചവരാരും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ദുശകുനം. നിമിത്തം നോക്കിയാൽ ആരൂഢം തന്നെ പ്രശ്നമാണെന്നാ കാണണേ. വിഘ്നങ്ങൾ വലുതാ, അതും ഒന്നിനു പിറകെ ഒന്നെന്ന കണക്കിന്. ഈ തെക്കേമണം നിറയെ ആത്മാക്കളുടെ ശക്തിയാ. തീപ്പെട്ട ആത്മാക്കളെ അതങ്ങനെ അങ്ങ് നോക്കി നിൽക്കുക. എന്ന് വെച്ചാൽ അപകടങ്ങൾ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും വരാം, അതേക്കാൾ ഉപരി മരിച്ചവരിൽ നിന്നും വരാം. നീ ഇവിടെ എന്ത് ചെയ്യ? വെല്ലുത്താൻ വിളിക്കണു.
ആരാ ഇത് കുഴിച്ചിടുക? ഞാൻ അല്ലാണ്ട് ആരാ? ഞാൻ കുഴിച്ചിടാം. എവിടെയാണാവോ കുഴിച്ചിടേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? കുഴിച്ചിട്ടാ പോരെ, വളവും ചെയ്യണോ? പപ്പാ ഉവ്വ്. അഭിപ്രായങ്ങൾ വേണ്ട. വേണ്ട. ഇങ്ങോട്ട് വരൂ. ഉവ്വ്. ദുരാത്മശക്തി അനവധീനാവുമ്പോ തളച്ചേ പറ്റൂ. ഓ, ആദ്യ വിഘ്നവിധി, ഈ കുടം പടിപ്പുരയ്ക്ക് മുന്നിൽ കുഴിച്ചിടുക. അത്രേ ഉള്ളോ? കുഴിച്ചിടാലോ. വെറുതെ പോരാ, കുടം കൊണ്ടുപോണ ആളെ ആരും കാണരുത്, അയാൾ ആരെയും നോക്കരുത്. അത് ഞാൻ കണ്ണടച്ചോളാം. അത് മാത്രം പോരാ, ആ. ദാ, ഓ, ഇയാളെ ആരോട്ട് കാണാനും പാടില്ല. അതിനിപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ കഴിയാ? കണ്ടാ കണ്ടോ, അത്രേ ഉള്ളൂ. വിഡ്ഢി, ഇവിടെ ഉണ്ട്. കണ്ടാ നിനക്കാ ദോഷം. ഭ്രാന്ത വരാൻ പോണേ. തിരികെ തരാൻ പാടില്ല. ഇവിടെ വെക്കാ. താഴെ വെക്കരുത്. എന്നാ ഇതാ. ഏപ്പ്യാ. ഈ മന്ത്രം കണ്ടു ചൊല്ലിക്കോളൂ. ഇനി മന്ത്രം ചൊല്ലോ. ഭവാനി ത്രിസന്ധ്യ ഭവാനി ത്രിസന്ധ്യ സർവസ്ഥായാനേ സർവസ്ഥായാലേ മധ്യമാനസം മധ്യമാനസം ഗോപുരം വിഘ്നാങ്കരേ. ഗോപുരം വിഘ്നാങ്കത്. 2-3 വർഷം കൂടി സുബോധത്തോടെ ജീവിച്ചിരിക്കണമെന്നുണ്ട്. കൊണ്ടുപോയി കുഴിച്ചിടുക. ആരെ? കുഴിച്ചിടാൻ തന്നെയാ പോണേ. നിൽക്കുക, നിന്ന് കണ്ണടയ്ക്ക. ഇനി കണ്ണു അടയ്ക്കണോ? അടയ്ക്ക. അടയ്ക്ക. ഭവാനി ത്രിസന്ധ്യ. ഭവാനി, ആ വരിയെന്നല്ലേ? അച്ഛന്റെ വീട് കാണാൻ എന്ത് രസാ. ഭവാനി ത്രിസന്ധ്യ സർവസായാനി. ഇതാണ് ഊട്ടുപുര. ഉപ്പുമാങ്ങ കട്ടിലിനാറല്ല. കണ്ടു എന്നെ. ഓ. സർവസ്ഥായാനി. ഭവാനി, എന്നെ കൊണ്ട് ഞാൻ തോറ്റടി. ഒന്ന് പോ ചേട്ടാ. ഭവാനി. ആരാത്? ഭവാനി. 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 ഭവാനി ത്രിസന്ധ്യ. ഭവാനി എന്ന നിന്റെ പേര് വിളിച്ച് ത്രിസന്ധ്യക്ക് കാണാമെന്ന് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് പറയാൻ തക്കവണ്ണം ആർക്കാണ് ഇത്ര പരിചയം? സത്യം പറഞ്ഞോളാം, ഇല്ലെങ്കിൽ തെക്ക വിളിച്ചോ. ഇത് നല്ല കൂത്ത്. ഞാൻ ഈ പ്രദേശത്ത് കാല് കുത്തുന്ന തന്നെ ആദ്യമായിട്ടാ. കാല് ഒന്ന് 5 പിള്ളേരായിട്ട് പോലും. 4 1 5 അല്ലടി, 5 1 6. 6 6 പിള്ളേരായിട്ട് പോലും ഞാൻ ഈ പ്രദേശത്ത് വരുന്ന ആദ്യമായിട്ടല്ലേ. പിന്നെ എങ്ങനെ പരിചയക്കാരുണ്ടാവും? ഓ, അപ്പൊ നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭവാനി എന്ന് വിളിക്കാൻ ആളുണ്ടാവല്ലേ? അയ്യേ, ഈ മനുഷ്യന് ഭവാനി സത്യ. ഭവാനി. 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 വിട മാറ്റേണ്ട. ഡേയ്! അയ്യോ, ഇത് കുടുംബ അടക്കം പ്രാന്താണോ? കൊണ്ടില്ല. എടാ, നിനക്ക് വലിയ ആളാ. അതും കൊണ്ടില്ല. അതും കൊണ്ടില്ല. ഇതെന്ത് പോലീസ്? എങ്ങനെ? ഭവാനി എന്നെ കണ്ടു. കുടം അടിച്ചു മാറ്റിയത് ഒരു പെറ്റി കേസായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അയ്യോ. ഭവാനി നിനക്ക് അങ്ങനെ അറിയാം? തന്ത്രി പറഞ്ഞിട്ടാ. തന്ത്രിക്ക് ഭവാനി അറിയാമോ? അറിവുണ്ടായിരിക്കണമല്ലോ. കണ്ടടാ, ഞാനും കണ്ടുപോയി. പ്രാന്ത. ഭ്രാന്തോ? കുടം അടിച്ചു മാറ്റാനുള്ള പ്ലാൻ ആയിരുന്നല്ലോ. ഞാൻ പോലീസല്ലേ. തൊണ്ടി കൈ കിട്ടിയപ്പോ 4 പൂശൊക്കെ പൂശി. തൊണ്ടി ദുശകുനം വിഘ്നങ്ങൾ എന്ന് പ്രശ്നത്തിൽ കണ്ടത് വെറുതെ അല്ല. തന്നോട് ആരാ പറഞ്ഞ ഇവനെ പിടിക്കാൻ? പോലീസ് കുടം ഗോപിച്ചെട്ടിപ്പാളയം. ചെട്ടിപ്പാളയം ഓലക്ക. ഇവന് പ്രാന്ത് വന്ന താൻ ഉത്തരം പറയോ? നിർത്തുക, നിർത്തുക. പുറത്തു പോവാ. പുറത്തു പോവുക. തന്നോടല്ല, വിധിപ്രകാരം ആദ്യത്തെ തന്നെ മുടങ്ങി. കടക്കാ പണിക്ക് പുറത്ത്. ഇനി എല്ലാം ഉടച്ച് 2ാമത് തുടങ്ങുക തന്ത്രിപ്പാടെ.